ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ടവർക്കും അതിന് മുമ്പിട്ടുള്ള വീഡിയോകൾക്ക് കമൻസ് ഇട്ടവർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയാണ്. ഇന്നാളിൽ ഞാനൊരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഇട്ടായിരുന്നു. താല്പര്യമുള്ളവരൊക്കെ കാണുക, അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ ബിരിയാണിക്ക് വരുമ്പോൾ ഒരു വലിയ സ്മെല്ലല്ലേ, അത്രയും കൂട്ടൊരു വലിയ സ്മെല്ല് വന്നിട്ട് ഇനി അത് റൈസിൻ്റെ ആണോ ഇനി അവർ എന്തെങ്കിലും എസൻസ് ഒഴിക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തുവാ പിന്നെ പിന്നെ ഒന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. മീനു കുറേ ദിവസം കൊണ്ട് പറഞ്ഞായിരുന്നു പ്രൈസമ്മോനെ ഒരു ഹായ് പറയണേന്ന്. മീനു കുറേ ദിവസം കൊണ്ടല്ല, മീനു പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇവൻ താഴെ കളിക്കാൻ പോവും. ഇപ്പോൾ പ്രൈസൻ ഇങ്ങോട്ട് വന്നേ. ഹായ് ഹായ് മീനു ചേച്ചി പറഞ്ഞായിരുന്നു. ഹായ് മീനു ചേച്ചി, സുഖമാണോന്ന് വരും. സുഖമാണോ? പിന്നെ നീ ഇന്നലെ കളിക്കാൻ പോയിട്ട് എവിടെ പോയായിരുന്നടാ? മെനഞ്ഞാന്ന് മമ്മി ഉച്ചയ്ക്ക് എല്ലായിടും കിടന്ന് കറങ്ങിയായിരുന്നല്ലോ. നീ എവിടെ പോയിരിക്കുമായിരുന്നു? നിങ്ങൾ 7 നമ്പറോ 8 നമ്പറോ? നീ എന്നോട് 8 നമ്പർ എന്നാ പറഞ്ഞു. എന്നാ 7 നമ്പറിനായിരിക്കും സത്യം. ഇവിടെ 10ാം നമ്പറിൽ ഈ ഫിൽറ്ററിലെ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്, 7 നമ്പറിലും ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ 7 നമ്പറിലാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു 10 നമ്പറിലെ വെള്ളം കുടിക്കണ്ട, അത് നല്ല ഫിൽറ്ററല്ല, 7 നമ്പർ. അങ്ങനെ ഇവനും പോയി ഇപ്പം തണുത്ത വെള്ളം കൂടി അവിടെ പോയി. പിന്നെ നീ താഴേന്ന് വെള്ളം കുടിക്കത്തില്ല ഫിൽറ്ററിൽ നിന്ന്. പിന്നെ ഇന്നലെ ഉടുപ്പെല്ലാം എന്തിനാ അതിൽ നിന്ന് കുടിക്കുന്നത്? തണുത്ത വെള്ളം ഇത്രയും കിടന്ന് ചാടി മറിഞ്ഞിട്ട് തണുത്ത വെള്ളം കൂടെ കുടിച്ചിട്ടാ ഈ ചുമ. ഇവിടുന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വന്ന് രാത്രി മൊത്തം ചുമ. ഇവന്മാരുടെ ഓരോ കളി. എന്നും കയറി വരുമ്പോൾ ഷർട്ടിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ മൊത്തം നനഞ്ഞിരിക്കുക. ആ നനവ് കൊണ്ടല്ലേ നെഞ്ചിലിങ്ങനെ ഇരിക്കുമല്ലേ, അതായിരിക്കും ചുമ. ചോദിക്കുന്നുണ്ടെ ഇവന്മാർ വെള്ളം വായി വെച്ചിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇനി നിന്നെ വിടത്തിലിടാ, സത്യം പറയടാന്ന് പറഞ്ഞോണ്ടേ പറഞ്ഞു. വെള്ളം വായി വെച്ചിട്ട് ആരെയും ചിരിപ്പിക്കുന്നതിന് ആ വെള്ളം മൊത്തവും വെളിയിൽ പോവും. അപ്പോൾ അതിങ്ങനെ ദേഹത്തൂടെ വീഴും. എന്തൊക്കെ കളിയാ എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ചോദിച്ചായിരുന്നു ഈ പൊഹ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ അതോ ഉണ്ടാക്കുന്നത്. ഞാൻ അപ്പം കമൻറ്റിൽ കൂടെ പറഞ്ഞു കുറച്ച്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വിശദമായിട്ട് ഇൻട്രോയിൽ പറയാം. പൊഹ എന്ന് പറയുന്നത് നമ്മുടെ അവലും കൊണ്ടുള്ള ഈ പൊഹ എന്ന് പറയുന്നത് അതിൻ്റെ പേരാ. ആ ഡിഷ് നമ്മൾ ഇപ്പം റവയും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഉപ്പുമാവ് എന്ന് പറയുന്നത്. അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലല്ല, അത്രയും വെള്ളമൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചാൽ ഞാൻ അത്രയും വെള്ളം ഒഴിച്ചതെന്ന് പറയാൻ നമ്മൾ വഴറ്റുന്ന സാധനങ്ങൾ ഒന്ന് ആ ചട്ടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി അതൊന്ന് ലൂസാവാൻ വേണ്ടി ആ മസാലകൾ നമ്മുടെ അവലിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. നമ്മൾ കുതിർത്ത് വെക്കും, കഴുകിയിട്ട് അങ്ങനെ അരിപ്പയിൽ ഇട്ട് വെക്കും. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ വാങ്ങി നന്നായിട്ട് സോഫ്റ്റായി കുതിർന്ന് വരും. എന്നിട്ട് അതാ ഇടുന്നത്. അവലും അതുപോലല്ല ഇടുന്നത്. നമ്മുടെ നാട്ടിലത്തെ അവലും ഈ അവലുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരി കട്ടിയുള്ള അവല, നാട്ടിലത്തെ പേപ്പർ പോലുള്ള അവല. അതുമായിട്ട് എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അപ്പോഴത് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്ങാണെങ്കിൽ പിന്നെ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഓർത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പുള്ളിക്കാരത്തെ നാളെ ഞാൻ ഇൻട്രോയിൽ മറന്നില്ല എങ്കിൽ പറയാമെന്ന്. അപ്പോൾ അതാ കാര്യം. അത് ഇപ്പം ഞാൻ പറയില്ല, ഇവിടെ പോൾമോൻ അത് പ്ലെയിനായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ലെന്ന്. അവൻ അതിൻ്റെ അകത്ത് സേവ് ഇട്ട്. അപ്പോൾ റീച്ച ഇന്നലെ സേവ് കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് ഉടനെ പറയാം, മമ്മി നാളെ അല്ലെങ്കിൽ പുക ഉണ്ടാക്കുമ്പോൾ അവന് അയ്യോ വേണ്ടെന്ന് പറയുന്നവനാണ്. അപ്പോൾ അത് കണ്ടുടനെ മമ്മി പുക ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുക. പൊഹ ഞാനില്ല, പെട്ടെന്ന് പൊഹ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയും ചേച്ചി എല്ലാവരും പുകച്ച് ചാടിക്കാൻ ഇരിക്കുവാന്ന് തോന്നുന്നു. ഇല്ല പ്രൈസൻ താഴെ പോയി അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ബെല്ലടിച്ച് ബുദ്ധിമുട്ടിക്കുക.
ചോറിന് വേണ്ടി ഞാൻ അരി 1 കിലോ അരി എടുത്ത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഏത് പാത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2-3 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ഏലക്ക, ചെറിയ ഏലക്ക. എൻ്റെ വലിയ ഏലക്ക ഇല്ലായിരുന്നു, ചെറിയ ഏലക്ക, ജാവിത്രി, പിന്നെ ഷഹാജീര എന്നും പറഞ്ഞ് ഒരു നമ്മുടെ ചെറിയ ജീരകമല്ല, ഷഹാജീര എന്നും പറഞ്ഞൊരു ജീരകം വരും. അത് ഈ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്നതാണ്. അതിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് ആ കഴുകി വാരി വെള്ളം ഒന്ന് അനന്ന് വന്നിട്ടുണ്ട്. കഴുകി വാരി വെച്ച് ആ റൈസ് കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് അതൊന്ന് ഒരു 80% വേവാവുന്നുണ്ടേ. അത് കാണിക്കാം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അരി അവിടെ കിടപ്പുണ്ട്. പിന്നീട് ഉള്ളിയൊക്കെ വറക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഞാനിവിടെ ചിക്കൻ ഒരു ഇച്ചിരി മീഡിയം സൈസിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പം പീസ് എണ്ണി നോക്കുവാണെങ്കിൽ ഒരു 18 പീസൊക്കെ വരും. 18, 19, 20, കൂടിപ്പോയി 20 പീസ്. അത് നല്ലതായിട്ട് എടുക്കുവാണെങ്കിൽ ചിലത് ഇത്തിരി വല്ലാത്തൊരു ഇവല്ല. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതെന്ന് പറയുന്നത് കസൂരി മെത്തി എന്ന് പറയും, ഉലുവ ഇല ഉണക്കി പൊടിച്ചത്. അതും കുറച്ചെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഞെരടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് അധികം പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ചേർത്തത്. ഫ്രഷ് അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പോൾ തൈര് ചേർക്കുന്ന ഉടനെ അധികം പുളിയില്ലാത്ത തൈര്, പുളി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇതേ സമയം നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് തന്നെ വെക്കുന്നതിൽ കുറഞ്ഞത് ഒരു 1 മണിക്കൂറേലും ഇത് നമ്മൾ മസാല പുരട്ടിയിട്ട് ഫ്രീസറിൻ്റെ അകത്തോട്ട് വെക്കണേ. അപ്പോൾ കൂടുതൽ സമയം ഇന്നിപ്പം ഞാൻ തലേന്നേ വെക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേ വെക്കുന്നുള്ളൂ, ഫ്രീസറിൽ വെക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കട്ടെ. ഞാൻ സവാള ഒരു 1/2 കിലോ സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതേ എണ്ണയിൽ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ ഇപ്പോൾ എല്ലാം കൂടി ഇട്ട് വറക്കാനൊക്കത്തില്ല, അതുകൊണ്ട് കുറേശ്ശെ ഇപ്പം കൂടുതൽ എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഞാനിതിപ്പം 1/4 കപ്പ് 1/2 കപ്പ് ഒരു ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ചത്. അപ്പോൾ അത് എത്രയും മുങ്ങിയിടാൻ പറ്റുമോ അത്രയും ചിക്കൻ ഇടുന്നുണ്ട്. അതേസമയം കുറച്ചുകൂടെ എണ്ണയൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ടാണ് വറക്കാൻ പറ്റിയത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെറിയ മീഡിയം ഫ്ലെയിമിൽ, ഒത്തിരി അങ്ങ് തീയിടണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിതൊന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡ് 1-2 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ഗ്രേവിക്കകത്തിട്ട് ഒന്ന് വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ചിക്കൻ ഞാൻ 2-3 മിനിറ്റ് 2 സൈഡും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് കിട്ടണ്ട നമുക്ക്. അപ്പോൾ അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ടാണ് എനിക്ക് ഇത് ഇടേണ്ടി വന്നത്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഇടട്ടതെന്ന് ഇട്ട് മറ്റേ ട്രിപ്പ് കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയിലയും മല്ലിയിലയും ലാസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ചേർത്തായിരുന്നു. ഇപ്രാവശ്യം ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് പുതിനയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അതുകൂടെ ഒന്ന് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 ടൊമാറ്റോ, അതായത് ഒരു 1/4 കിലോ ടൊമാറ്റോ മിക്സിയിലൊന്ന് അരച്ചെടുത്തായിരുന്നു. അപ്പോൾ ആ ഓയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് നിർത്തിയായിരുന്നു. എന്നിട്ടാണ് ഞാനിപ്പം ഈ ടൊമാറ്റോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് തീ ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ടൊമാറ്റോ അരച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ടൊമാറ്റോയൊക്കെ ഒന്ന് പച്ചപ്പൊന്ന് പോകട്ടെ. തീ കുറച്ചിട്ടിട്ട്, കാരണം ഇതിന് നല്ല ചൂടുള്ള പാത്രം ആയതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ 1.5 ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ടൊമാറ്റോയൊക്കെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല ഇല്ലെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ പുരട്ടിയില്ലേ, ആ ചിക്കൻ പുരട്ടി വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതുകൂടി ഇപ്പം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നത്, പുതിനയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്ക് ഇന്ന് മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊക്കെ ഇതൊന്ന് ഇത്തിരി ഒന്ന് അടുക്കി പിടിക്കാൻ ഇത്തിരി മസാലയൊക്കെ ഇങ്ങനെ ഇതായതുകൊണ്ട്, ഡ്രൈ ആയതുകൊണ്ട് ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയിൽ നിന്ന് 3/4 ഭാഗത്തോളം ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെന്ന് പറയുന്നത് നമുക്ക് ഈ റൈസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്നീ പാതി ആക്കിയാലും മതി. അപ്പം ഞാൻ ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം എരിവ് ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചമുളകും ചേർക്കാം എരിവിനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടെ ചേർക്കാമേ. ഞാൻ പച്ചമുളകൊന്നും ചേർത്തില്ല, പച്ചമുളക് ഇതിൽ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് വറുത്ത് വെച്ച് ചിക്കനോട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചിക്കൻ ഈ മസാലയിലൊക്കെ കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആയാലും മതി മീഡിയം ഫ്ലെയിമിൽ. കാരണം ഓൾറെഡി അത് പകുതിയോളം വെന്തതാണ് നമ്മുടെ ചിക്കൻ. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പം ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം നാണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ആ ചിക്കനൊക്കെ നടുക്കൂന്നൊന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഗ്രേവിയോടുകൂടി ഇത്തിരി ഗ്രേവി ഇച്ചിരി ഓയിലൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തെ അത് ചോറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതേസമയം ഇപ്പം നിങ്ങൾ കളറൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേണേൽ കളർ ചേർക്കാം. ഇപ്പം നമ്മൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ഗ്രേവിയൊക്കെ അതിന് മുകളിൽ ഒഴിക്കുമ്പോൾ ആ റൈസിനൊക്കെ ഒരിത്തിരി നല്ല ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ കിട്ടും. തീർച്ചയായിട്ടും പുതിനയില ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയില ചേർക്കണേ. അപ്പം പുതിനയില ചേർക്കുമ്പോഴൊക്കെ ബിരിയാണിക്കൊരു മണമൊക്കെ കിട്ടുന്നത്. കുറച്ച് ഗ്രേവിയൊക്കെ ഞാനെടുത്ത് മാറ്റിയല്ലേ, ഓയിലും ഗ്രേവിയായിട്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് 3/4 വേവിച്ച റൈസ് ഇട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാൻ മറക്കരുത്. ഞാൻ നെയ്യ് ഇപ്പം ഒന്നും ഒഴിച്ചില്ല, ഈ സമയത്ത് മറന്നുപോയി. പിന്നെ ലാസ്റ്റ് മിക്സ് ചെയ്യാൻ നേരം ഞാൻ നെയ്യ് ഒഴിച്ചത്, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയതുമില്ല. അപ്പോൾ ഇതിങ്ങനെ റൈസ് ഇട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എസൻസ് വല്ലതും ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതും ചേർക്കാം. അപ്പം ഞാനിതൊന്ന് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇതിനെ ഇടയ്ക്ക് കൂടുന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നി ഈ മുകൾ വശം, പാത്രത്തിന് മുകൾ വശം ഫോയിൽ പേപ്പറും കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ദമ്മിടാം. ഇപ്പം ഞാൻ ഈ അടപ്പ് കൊണ്ട് തന്നെ അടച്ചിട്ട് അതിനെ ഒരു 10 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിലൊന്ന് തീ ഇങ്ങനെ ഇട്ടു ഗ്യാസിൽ ചെറിയ തീയിൽ വെച്ചിട്ടതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറും കൊണ്ട് കവർ ചെയ്യാം. ആ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതും ഈ സമയം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഞാനിങ്ങനെ ദമ്മിട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ സ്പൂണിൻ്റെ ഒരു മൂടുവശം കൊണ്ടൊന്ന് നടുക്കൊന്ന് കുത്തി നോക്കുന്നുണ്ട് വെള്ളം വല്ലതും ഉണ്ടോ. അപ്പം നടുവശം കുത്തി ഉടനെ വെള്ളമൊന്നും ഇല്ല. ഇപ്പം ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ആക്കിയേക്കും. ഇപ്പം ഇച്ചിരിച്ച് ഒരു റൈസ് ഇത്തിരി എന്താ പറയുന്നത് നനവ് പോലല്ലേ, അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടത് നന്നായി ഡ്രൈ ആയിക്കോളും. എന്നാണ്ട് ഇപ്പം നന്നായി എല്ലാം ഒന്ന് ഡ്രൈ ചെയ്ത് ഞാൻ ആദ്യം ചിന്തിച്ച് മൊത്തം കൂടെ മിക്സ് ചെയ്യാതെ ഇങ്ങനെ വെട്ടി എടുക്കാമെന്ന്. പക്ഷേ എനിക്കത് ഇപ്പം ഇന്നാളെ ഉണ്ടാക്കി കഴിയും പറ്റിയില്ല, ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാനങ്ങ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഈ സമയം ഞാൻ കുറച്ച് നെയ്യൂടെ ചേർത്തായിരുന്നേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് അടിയിൽ നിന്നാലേ ഈ മസാല എല്ലാം കൂടെ നന്നായി അത് എല്ലാ റൈസിലും പിടിക്കത്തുള്ളൂ. നമുക്കിപ്പം വെളിയിൽ നിന്നൊക്കെ നമുക്ക് ബിരിയാണി നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അടിയിൽ
ചിക്കൻ പീസും ഗ്രേവിയും കൂടെ അല്ലേ. മുകളിൽ വൈറ്റ് റൈസ് ആയിരിക്കും കൂടുതലും. പിന്നെ അവരുടെ ആ കളറ് റൈസിന് കാണും, യെല്ലോയോ ചുവപ്പോ. ഇപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ പപ്പടവും ഉണ്ടാക്കി, ഇത്തിരി സാലഡും ഉണ്ടാക്കി. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.